ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ബീഫ് കമീറ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബീഫ് കമീറ റെഡിയാക്കി എടുക്കാനായിട്ട് 100 ഗ്രാം ബീഫ് നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ച് വെച്ചതാണിത്. നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് പുരട്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉള്ളൊരു കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ബീഫിൽ നേരത്തെ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. അതൊരു 1/4 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി മസാല നന്നായിട്ടൊന്ന് പുരട്ടി റെഡിയാക്കി വെക്കുക. ഇനി നമ്മുടെ കമീറ ബ്രെഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2.5 കപ്പ് അളവിൽ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. 250 ml മെഷറിംഗ് കപ്പിന് 2.5 കപ്പ് മൈദാപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. അത് 1/2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ശേഷം ഒരു പിഞ്ചുപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ്. നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 3/4 കപ്പ് അളവിൽ ചെറിയ ചൂടിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് കുഴച്ച് നോക്കി. അപ്പോൾ കുഴച്ച് നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 3/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെയാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. എന്നിട്ടിത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചെടുക്കാറില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മളിപ്പോൾ ഈ ഡോ ഏകദേശം ഒരു 5 മിനിറ്റോളം കുഴച്ചെടുത്തപ്പോഴേക്കും മാവെല്ലാം നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ടും ഒരല്പം സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ബീഫ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് ഈ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ബീഫ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ബീഫ് നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഫുള്ളായിട്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബീഫ് ഫുള്ളായിട്ട് കോരി മാറ്റിയതിന് ശേഷം പകുതി എണ്ണ നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള എണ്ണയിൽ നമ്മൾ ഒരു 3 സവോള ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരുപാട് സമയം വേണ്ട, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് വേണ്ട. ബീഫിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ സവോളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കി വെക്കുക. എല്ലാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോ നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ചെറിയൊരു ഉരുള ഇതിൽ നിന്നും നമ്മൾ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ആദ്യം ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു ബൗളിൽ ഒരു 2 മുട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കുക. ആദ്യം മുട്ടയിൽ ഇതുപോലെ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിലൊരു ചീനച്ചട്ടി വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ കമീറ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ ചെറുതായിട്ട് കളറെല്ലാം മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്താണ് നമ്മൾ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കമീറ ബ്രെഡ് ഇട്ട ഉടനെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്.
ഇതുപോലെ ഫുള്ളായിട്ടും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുകയാണ്. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളിതുപോലെ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ പൊക്കിയതിന് ശേഷം നമ്മുടെ ഫില്ലിംഗ് ഇതുപോലെ നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ആദ്യം റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.